അതായത് ഡോക്ടർ ഒരു ഡോക്ടറാണ് എന്നുള്ള നില മറന്നു പോകുന്നുണ്ടോ എന്ന് ഒരു സഹോദരൻ ചോദിച്ച ചോദ്യമാണ്. ഞങ്ങളുടെ പുനൂർ GM UP സ്കൂളിൻ്റെ ശതോത്സവം നടക്കുമ്പം എൻ്റെ ഒരു ജൂനിയേഴ്സ് ഭാര്യയും ഭർത്താവും അവർ മനോഹരമായിട്ടുള്ള മുക്കാല മുക്കാബില എന്ന പാട്ട് പാടിയപ്പം ഞാൻ ആ പാട്ട് കാണലും അങ്ങോട്ട് ഡാൻസും തുടങ്ങി. ഒരു പക്ഷേ ഒരു നല്ല ഗായകർക്ക് ലഭിക്കുന്ന വലിയൊരു അംഗീകാരമാണത്. അതിനേക്കാൾ ഉപരി ഞാനത് ബോധപൂർവം വേഗം ഡാൻസ് ചെയ്തതാണ്. കാരണം അവിടെ ഞാനൊരു ഡോക്ടറാണ് എന്ന് മറക്കുകയല്ല ചെയ്തത്, മറിച്ച് ഞാനൊരു ഡോക്ടറാണ് എന്ന് ഓർക്കുകയാണ് ചെയ്തത്. ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയാണ്, മനോഹരമായിട്ടുള്ള ഗാനങ്ങളും മനോഹരമായ നൃത്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ആ കാണികൾ മുഴുവനും അവിടെ കുത്തിയിരിക്കുക. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, 1 മണിക്കൂർ കുത്തിയിരിക്കുകയാണെങ്കിൽ അവർ 2 സിഗരറ്റ് വലിച്ചതിന് തുല്യമാണ്. എന്തിനു തുല്യമാണ്? സിഗരറ്റ് വലിച്ചതിന് തുല്യം. നിങ്ങൾ ആരെങ്കിലും സിഗരറ്റ് വലിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ സിഗരറ്റ് വലിക്കാൻ ആരും ഇവിടോ ചെയ്തു സിഗരറ്റ് വലിക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ എന്താണ്? അതിന് തുല്യമാണ്. അപ്പോൾ ബോഡി മൂവ് ചെയ്യിക്കണം. ഞാൻ അന്ന് ബ്ലോഗ് ചെയ്തിട്ടുണ്ട്. 90% ഞാൻ എവിടെ ഇരിക്കാതെ ബ്ലോഗ് ചെയ്തത്, കുത്തിയിരിക്കാതെ. ഒരു പ്രസംഗം കേൾക്കാൻ ഞാൻ നിന്നില്ല. കാരണം എന്താ? ഞാൻ ഇനി അഥവാ വല്ലവരെയും ക്ലാസ് കേൾക്കണം നടന്നുകൊണ്ട് കേൾക്കാൻ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ പുറത്തുകൂടി നടന്നത്. കാരണം അത് അപകടമാണ്, നമ്മളെ ശരീരത്തിനും ഇതിനൊക്കെ അപകടം. നമുക്ക് എവിടെയൊക്കെ മൂവ് ചെയ്യാൻ അവസരമുണ്ടോ അവിടെ മൂവ് ചെയ്യിക്കണം എന്നുള്ള വിശാലമായൊരു മെസ്സേജ് കൊടുക്കാൻ തന്നെയാണ് ഞാൻ ആ ഡാൻസ് ചെയ്തത്. ഞാൻ സ്റ്റേജിന്മേൽ കയറിയത് മറ്റുള്ളവരും ഡാൻസ് ചെയ്യണം, ശരീരത്തെ ചലിപ്പിക്കണം എന്നുള്ളതാണ്. എൻ്റെ മൈൻഡിലേക്ക് നിങ്ങൾ 1 മണിക്കൂർ കുത്തിയിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡിലേക്ക് 2 സിഗരറ്റ് ഇങ്ങനെ കുത്തി വലിക്കുന്ന ആ ഒരു മെൻ്റൽ ഇമേജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കെപ്പോഴും മൂവ് ചെയ്യാൻ തോന്നും. ഓക്കെ, അപ്പം നമ്മുടെ സഹോദരൻ ചോദിച്ച ആ ചോദ്യത്തിന് നമുക്ക് എന്ത് ഉത്തരം കൊടുക്കേണ്ടത്? ഒരു ഡോക്ടറാണ് എന്നുള്ള നില മറന്ന് പോകുന്നുണ്ടോ എന്നുള്ളതിന് തലതിരിച്ച് ഒരു ഡോക്ടറാണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരികയാണ്. പ്രത്യേകിച്ച് പ്രിവെൻറ്റീവ് കാർഡിയോളജി PG ഡിപ്ലോമ ഹോൾഡർ എന്ന നിലയിൽ ഹൃദ്രോഗങ്ങൾ തടയാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു ഡോക്ടർ എന്ന നിലയിലും എനിക്ക് ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും പരമാവധി മൂവ് ചെയ്യാൻ നോക്കുക. വീടുകളും കുടുംബങ്ങളിലൊക്കെ എന്തെങ്കിലും പാർട്ടികളൊക്കെ ഉണ്ടാകുമ്പം എന്തെങ്കിലും എക്സസൈസ് സ്റ്റെപ്പുകൾ അറ്റ്ലീസ്റ്റ് ഒരു മൂമെൻ്റെങ്കിലും ചെയ്തുകൊണ്ട് നിങ്ങൾ പോകുക. എന്തെങ്കിലും ഒരു ക്ലാപ്പെങ്കിലും കൊടുക്കുക.